വ്യവസ്ഥാപിതമായ സർക്കാർ ഇല്ലാത്ത പലസ്തീനെ അംഗീകരിക്കില്ലെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. ഹമാസിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ അമേരിക്ക കൃത്യമായ നീക്കം നടത്തും. തുടർ ആക്രമണങ്ങൾക്ക് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അറിയിച്ചു. പലസ്തീനെ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് ഉദ്ദേശമില്ലെന്ന് ജെ.ഡി. വാൻസ്. വ്യവസ്ഥാപിതമായ സർക്കാരില്ലാത്ത രാജ്യത്തെ അംഗീകരിക്കാൻ ആവില്ല. മാത്രമല്ല, ഹമാസിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. ഇനിയൊരാക്രമണം ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത രീതിയിൽ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്നും ജെ.ഡി. വാൻസ് പറഞ്ഞു. Obviously, the United Kingdom is going to make its decision. We have no plans to recognize a Palestinian state. I don't know what it would mean to really recognize a Palestinian state, given the lack of a functional government there. What the president has made very clear is our two goals are very simple right now vis-a-vis the situation in Israel and Gaza. Number one, we want to make it so that Hamas cannot attack innocent Israeli civilians ever again, and we think that has to come through the eradication of Hamas. Second, the president has been very moved by these terrible images of the humanitarian crisis in Gaza. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായുള്ള കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജെ.ഡി. വാൻസ്. നേരത്തെ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും പലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നു. ഹമാസിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത് മൂന്ന് രാഷ്ട്രങ്ങളുടെയും വ്യവസ്ഥയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജെ.ഡി. വാൻസ് അമേരിക്കയുടെ നിലപാട് അറിയിക്കുന്നത്. പലസ്തീനെ അംഗീകരിക്കുന്നത് ഹമാസിനെ പിന്തുണയ്ക്കാനുള്ള നീക്കമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ജമ്മുകാശ്മീരിൽ ഓപ്പറേഷൻ അഖൽ തുടർന്ന് സുരക്ഷാസേന. കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ദുൽമേഖലയിലാണ് വെടിവയ്പ്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന തുടങ്ങിയത്. ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ അഖലിൽ 5 ഭീകരരെ സൈന്യം നേരത്തെ തന്നെ വധിച്ചിരുന്നു.